ഹലോ, സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഐഷ അർജുൻ. സോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാവരും ഉണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. സോ ഞങ്ങൾ മെയിൻലി ട്രാവൽ വ്ളോഗ്സ് അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോസ്, റെസ്റ്റോറൻറ്റ് റിവ്യൂസ് ഒക്കെയാണ് നമ്മൾ മെയിൻലി വ്ളോഗായിട്ട് ചെയ്യുന്നത്. സോ ഇന്നത്തെ ഒരു പുതിയ വ്ളോഗാണ്. ടുഡേയ്സ് സൺഡേ. അപ്പോൾ ഇന്ന് ഞാനൊരു കല്യാണത്തിന് വന്നിരിക്കുകയാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ക്ലോസ് റിലേറ്റീവിൻ്റെ കല്യാണമാണ്. സോ അതിനുവേണ്ടി നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. കല്യാണം നടക്കുന്നത് ചേർത്തല, ആലപ്പുഴ വെച്ചിട്ടാണ് കല്യാണം നടക്കുന്നത്, പരിപാടിയൊക്കെ നടക്കുന്നത്. സോ യെസ്, അപ്പോൾ ഞാൻ ഇവിടുത്തെ കല്യാണ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ വ്ളോഗിൽ കാണിച്ചു തരുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഞാനും അർജുനും സൂര്യയും കൂടിയിട്ട് എറണാകുളത്തു നിന്നാണ് വന്നത്, കൊച്ചിയിൽ നിന്നാണ് വന്നത്. സൂര്യ മീൻസ് അർജുൻ്റെ അനിയനാണ്. സൂര്യ ട്രിവാൻഡ്രത്തുനിന്ന് കൊച്ചിയിൽ വന്ന് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് ഒരുമിച്ച് വന്നു. പിന്നെ ബാക്കി തിരുവനന്തപുരത്തു നിന്നുള്ള റിലേറ്റീവ്സ് എല്ലാവരും വേറൊരു കാറിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പെണ്ണിൻ്റെ ഫംഗ്ഷനാണ് ഇവിടെ നടക്കുന്നത്, ബ്രൈഡിൻ്റെ ഫംഗ്ഷനാണ് ഇവിടെ നടക്കുന്നത് കല്യാണം. ഗ്രൂമിൻ്റെ ഓൾറെഡി ഒരു റിസപ്ഷൻ പാർട്ടി ട്രിവാൻഡ്രത്താണ്. അപ്പോൾ ഞങ്ങൾക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് അടുത്തുള്ള ആലപ്പുഴ ആയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ വിശേഷങ്ങൾ എല്ലാം കാണിച്ചു തരാം. അപ്പോൾ വ്ളോഗ് മുഴുവനായിട്ട് കാണാം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു ദ ചാനൽ. ശ്രീമതി ഉഷാദേവിയുടെയും മകൻ അനന്തകൃഷ്ണനും നീണ്ടൂർ അറക്കപ്പറമ്പൽ വീട്ടിൽ ശ്രീ സരസൻ ആറിന്റെയും ശ്രീമതി ഗായത്രി ദേവിയുടെയും മകൾ കൃഷ്ണപ്രിയയും തമ്മിലുള്ള വിവാഹ മംഗള കർമ്മത്തിൽ എത്തിച്ചേർന്ന എല്ലാവരെയും നീണ്ടൂർ 587 നമ്പർ NSS കരയോഗത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഈശ്വര പ്രാർത്ഥനയ്ക്കും ആചാര്യാനുസ്മരണത്തിനും ശേഷം ബാക്കി ചടങ്ങുകൾ ആരംഭിക്കുന്നതാണ്. ഒരു മിനിറ്റ് എഴുതാൻ. കെട്ട് കഴിഞ്ഞു. ഞാനിപ്പോൾ കുറച്ച് ചടങ്ങിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കാണിച്ചു തന്നത്. അപ്പോൾ യെസ്, അർജുൻ ഇവിടെ ഉണ്ട്. അപ്പോൾ അർജുൻ്റെ ഇങ്ങനെ റിലേഷൻ എങ്ങനെ വരുന്നതെന്ന് പറയാം. എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടെ എങ്ങനെയാണ് റിലേഷൻ. അനന്തരം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ മാമൻ്റെ മകനാണ്. അതായത് ഏറ്റവും ഇളയ മകനാണ് അനന്തരം എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ട്രിവാൻഡ്രം ബേസ്ഡാണ്. എല്ലാവരും ട്രിവാൻഡ്രത്തിനുള്ളത്. ഓക്കെ, ആറ്റിങ്ങാണ് അവരുടെ വീട്. ബ്രൈഡിൻ്റെ വീട് ആലപ്പുഴ. ബ്രൈഡിന്റെ സ്ഥലം ആലപ്പുഴയാണ്. ഞങ്ങൾ ശരിക്കും പയ്യന്റെ വീട്ടുകാരാണ് കേട്ടോ. അപ്പോൾ പയ്യന്റെ വീട്ടുകാരാണ്. നമ്മൾ കൊച്ചിയിൽ നിന്ന് നേരെ വന്നതാണ്. ഓക്കെ, ഒരു മണിക്കൂർ എടുത്തു. എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി പോയി. ആക്ച്വലി കെട്ടിന് മുന്നേ എത്തി, പക്ഷെ കുറച്ച് ലേറ്റായി പോയി. മുഹൂർത്തത്തിന് മുന്നേ നമ്മൾ എത്തി. കറക്റ്റ് മുഹൂർത്തത്തിന് മുന്നാണ് എത്തിയത്. രുക്കൂന് വരാൻ പറ്റിയില്ല, കാരണം രുക്കൂന് ക്ലാസ് ഉണ്ട്. സൂര്യ ഇന്നലെ വന്നു. സൂര്യ ഇന്നലെ രാത്രി കൊച്ചിയിൽ വന്നു. നമ്മുടെ സൗണ്ട് എത്ര കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല. ആണോ, കഴിക്കാൻ പോയോ ഇത്ര പെട്ടെന്ന്? അവർക്ക് എപ്പോഴും ട്രെയിൻ ഓക്കെ. അപ്പോൾ രുക്കൂന് വരാൻ പറ്റിയില്ല. രുക്കൂന്ന് പറഞ്ഞാൽ അർജുൻ്റെ അനിയത്തിക്ക് വരാൻ പറ്റിയില്ല, കാരണം അവൾക്ക് ഇന്ന് ക്ലാസ്സിന്, അവൾ CAയുടെ ക്ലാസ്സാണ്. ഓൾറെഡി നമ്മൾ അറിയുന്നവർക്ക് അറിയുന്നുണ്ട്, അല്ലാത്തവർക്ക് വേണ്ടി പറയാണ്. അപ്പോൾ അതായിരുന്നു നമ്മുടെ കല്യാണത്തിൻ്റെ ചടങ്ങ് ഞാൻ കാണിച്ചതൊക്കെ. ഇനിയിപ്പോൾ എന്താ, ഇനിയിപ്പോൾ സദ്യ കഴിക്കുന്നത് കാണിക്കാം. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് കാണിക്കാം രണ്ടുപേരുടെ. ഞങ്ങൾ മാച്ചിങ് ഇടാമെന്ന് വിചാരിച്ചത്. പിന്നെ എന്താ നടക്കാതിരുന്നത്? മാച്ചിങ് പിന്നെ നടന്നില്ല, സമയം കിട്ടിയില്ല. ഗോപിക ഫസ്റ്റ് തന്നെ കയറിയിരുന്ന
വ്ളോഗിന് ഹായ് പറ. ശരിയാ, ഫസ്റ്റ് ടൈം. ട്രെയിൻ എപ്പോഴാ? 1:30. ആ, ഞാൻ പരിചയപ്പെട്ടായിരുന്നു. ആ, രേണുകുഞ്ഞയുടെ അനിയത്തി അല്ലേ? ഗോപിക നമ്മുടെ അനിയത്തിയാണ്, അർജുൻ്റെ അനിയത്തിയാണ്. കസിൻ. അതെ. അപ്പൊ കഴിച്ചോ? എത്ര മണിക്ക് ട്രെയിൻ? 1:30. ചേച്ചി ഹായ് പറഞ്ഞില്ലല്ലോ വ്ളോഗിന്. ചേച്ചി നമ്മൾ സ്ഥിരം വ്യൂവറാണ്. ഹലോ യെസ്, അങ്ങനെ കെട്ടെല്ലാം കഴിഞ്ഞു. ഓക്കെ, എല്ലാം ഗംഭീരമായിട്ട് പൂർത്തിയായി. ഇനി നമ്മൾ സദ്യ കഴിക്കാനായിട്ട് പോവാണ്. ആലപ്പുഴ സദ്യ അല്ലേ? എന്നും തിരുവനന്തപുരം സദ്യ ഒരുപാട് കഴിച്ച് അങ്ങനെ വളരെ എന്താ പറയുക, വളരെ റെയറാണ് പുറത്തോട്ടൊക്കെ പോയി കല്യാണം കൂടുന്നതെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് ആലപ്പുഴ സദ്യ എങ്ങനെയാണെന്നുള്ള കാര്യം നോക്കിയിട്ട് അഭിപ്രായം എന്തായാലും നിങ്ങൾക്ക് പറയുന്നതാണ്. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് സദ്യ കഴിക്കാനായിട്ട്. കാരണം കുറേ നാളായി ഒരു കല്യാണ സദ്യയൊക്കെ കൊണ്ടിട്ട്, അതും പ്രത്യേകിച്ച് ഹിന്ദു കല്യാണ സദ്യ. അതുപോലെ ക്രിസ്ത്യൻസിൻ്റെയൊക്കെ ആകുമ്പോൾ എനിക്ക് നോണൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഹിന്ദുക്കളുടെ ആകുമ്പോൾ സദ്യ എക്സൈറ്റഡ് ആണ്. ഈ സദ്യ കഴിക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് സദ്യ കിട്ടിയിരിക്കുകയാണ് ഫൈനലി. അപ്പോൾ സദ്യയിൽ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ സീറ്റൊക്കെ പിടിച്ച് നമ്മുടെ ആലപ്പുഴ സ്റ്റൈല് സദ്യ. നമുക്ക് ട്രിവാൻഡ്രം കൊല്ലത്തൊക്കെ ഉള്ള പോലെ തന്നെ ആദ്യം തന്നെ പരിപ്പാണ് അവർ വിളമ്പുന്നത്, സാമ്പാറല്ല. തൃശ്ശൂർ, പാലക്കാട്, എറണാകുളം ആ സൈഡൊക്കെ ആണെങ്കിൽ നമുക്ക് ആദ്യം സാമ്പാർ എന്നൊക്കെയാണല്ലോ തുടങ്ങുന്നത്. യെസ്, അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവാണ്. കൊള്ളാം, അടിപൊളി. സാമ്പാറും കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി സദ്യ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓർഡറെല്ലാം ഓൾമോസ്റ്റ് സിമിലറാണ്. ട്രിവാൻഡ്രം സ്റ്റൈലിൽ തന്നെയാണ് വന്നേക്കുന്നത്. പക്ഷേ കറികൾ കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ ട്രിവാൻഡ്രത്ത് കിട്ടുന്ന സദ്യയിൽ നിന്ന് കിട്ടുന്ന നോർമൽ കറികളല്ല, കുറച്ച് വ്യത്യാസം എൻ്റെ അകത്തുണ്ട് അല്ലേ? അല്ലേ സൂര്യ? യെസ്. ഞാൻ കഴിക്കട്ടെ. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു, സദ്യയെല്ലാം കഴിഞ്ഞു. ആലപ്പുഴ സ്റ്റൈൽ സദ്യയെല്ലാം കഴിഞ്ഞ് വളരെ അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. എല്ലാം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് ചെറുതായിട്ടൊന്ന് സ്പീഡ് കൂടിപ്പോയി. അതായത് പായസവും സാമ്പാറും തമ്മിൽ ചെറിയൊരു ക്ലാഷാണ്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അടിപൊളി സദ്യയായിരുന്നു. ഒരു കുഴപ്പമില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ചെക്കൻ്റെ പയ്യന്റെ വീട് ട്രിവാൻഡ്രത്ത് ആയതുകൊണ്ടായിരിക്കാം ഒരു ബോളി ഇൻക്ലൂഡ് ചെയ്തു. കാരണം കൂടുതൽ ട്രിവാൻഡ്രം കൊല്ലത്താണല്ലോ ബോളി ഉള്ളത്. അപ്പൊ എനിക്കും ബോളി ഇഷ്ടമാണ്. അത് ഞങ്ങളുടെ വേണ്ടത് അതുപോലെയായിരുന്നു. ഇവര് തിരുവനന്തപുരംകാരായതുകൊണ്ട് ഞങ്ങളുടെ സദ്യയിൽ, നമ്മുടെ തൃശ്ശൂരുകാരുടെ സദ്യയിൽ ബോളി ഇല്ലല്ലോ. പക്ഷെ ഇവര് വരുന്നത് കൊണ്ട് നമ്മളും ബോളി പായസം കൊടുത്തിട്ടുണ്ട്. ബോളി ഉണ്ടായിരുന്നു, ബോളിയും പാൽപ്പായസം അടിപൊളിയായിരുന്നു. രണ്ട് പായസം ഉണ്ടായിരുന്നു അല്ലേ? 2 പായസം ഉണ്ടായിരുന്നു. കൊള്ളായിരുന്നു. സദ്യ എല്ലാം കഴിഞ്ഞു. അങ്ങനെ എല്ലാവരും ഏകദേശം ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മൾ സദ്യ കഴിച്ചിങ്ങനെ റിലാക്സ് ചെയ്യാനായിട്ട് ബസ്സുണ്ട് ഇവിടുന്ന്. അതായത് ട്രിവാൻഡ്രത്ത് നിന്ന് വന്ന എനിക്കിത് 2 ബസ്, 2-3 ബസ്സുണ്ട്. ആ 3 ബസ്സും ഇറങ്ങാറായി. ഇനി പയ്യനും ആ പെണ്ണും ഭക്ഷണം കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവരും ഇറങ്ങി. ഞങ്ങൾ കാറിലാണ് വന്നേ, എറണാകുളത്ത് നിന്ന് കാറിലാണ് വന്നേ. അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ളോഗും കല്യാണ വിശേഷമൊക്കെ. ഇത് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ആങ്കറിങ് ചെയ്യുന്നുണ്ട്, പാർട്ട് ടൈം ആയിട്ട് ആങ്കറിങ് വർക്ക് ചെയ്യുന്നുണ്ട്, MC. അപ്പോൾ എനിക്ക് ഇന്ന് ഈവനിങ് കോട്ടയത്ത് ഒരു റിസപ്ഷൻ ഉണ്ട്, ഒരു വെഡ്ഡിങ് റിസപ്ഷൻ. അപ്പോൾ ഇവിടുന്ന് ഇനി നമ്മൾ ചേർത്തല ടു കോട്ടയം പോവാണ്. കോട്ടയം പോയിട്ട് ആ ഇവൻറ്റ് വർക്കും കൂടി ആങ്കറിങ് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകും. അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു സൺഡേ ഒരു വ്ളോഗ്. എന്തായാലും വീട്ടിലെത്തുമ്പോൾ എങ്ങനെയായാലും ഒരു മണി, രാത്രി 1 മണി 2 മണി എന്തായാലും ആവും. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടവരെല്ലാവരും തന്നെ വീഡിയോ കണ്ടതിന് ശേഷം മറക്കാതെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വെറുതെ വീഡിയോ കണ്ട് മാത്രം ഇരിക്കരുത്. ഓക്കെ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അൺടിൽ നെക്സ്റ്റ് ടൈം, ബൈ. അപ്പം ഞങ്ങൾ ഇറങ്ങാൻ നേരമായപ്പോഴേക്കും ഞാനൊരു സ്ലോ മോഷൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇടാനായിട്ട്. അപ്പോൾ അതിൻ്റെ കലാപരിപാടികളാണ് നിങ്ങൾ കാണുന്നത്. ഇത് കഴിഞ്ഞ് ഞാൻ കോട്ടയത്ത് ചെയ്ത വർക്ക്, ആങ്കറിങ് വർക്കിൻ്റെയും കൂടി വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാം. So without any further ado,